ഹലോ ഡേസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് ന്യൂസിലേക്ക് കടക്കും മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണമെന്ന്. വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് ഈ ഒരു ആഴ്ച ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഇന്ന് കളയാനായിട്ട് ശ്രമിക്കരുത്. കൂടാതെ ഇന്ന് വൈകിട്ട് നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് പരമാവധി ഒഴിവാക്കുക. കാരണം മാർക്കറ്റ് ഡേ കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് വീക്കെൻഡ് ആഘോഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മ വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. ആദ്യമായിട്ട് US മാർക്കറ്റിലുള്ള വിശേഷം നോക്കാം. കഴിഞ്ഞ ദിവസമാണ് US ഫെഡറൽ റിസർവ് അവിടുത്തെ പലിശ നിരക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം അവിടെ എൻജോയ് ചെയ്യാനായിട്ട് ആ ഒരു ദിവസം US മാർക്കറ്റിന് കഴിഞ്ഞില്ല. കാരണം അവിടെ ഗൂഗിൾ ഏകദേശം ഒരു 8% ഫോള് രേഖപ്പെടുത്തിയത് കൊണ്ട് നാസ്ഡാക്ക് 250 പോയിൻറ്റ് ഫോള് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിച്ചു. ഒന്ന്, ഫേസ്ബുക്കിൻ്റെ റിസൾട്ട് വന്നു. രണ്ട്, ഇ-കൊമേഴ്സ് കമ്പനിയായിട്ടുള്ള ആമസോണിൻ്റെ റിസൾട്ട് വന്നു. ഫേസ്ബുക്ക് റിസൾട്ടിന് ശേഷം 14% റാലി രേഖപ്പെടുത്തി. ആമസോൺ ആവട്ടെ 8% റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇത് ടെക്നോളജി കമ്പനീസിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം ഇന്നലെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ തിരിച്ച് കയറി എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയിൽ വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. ഫ്ലാറ്റായ ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇനി നമ്മുടെ മാർക്കറ്റിലുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസാണ്. 70% നിന്ന് 69% അവർ ഷോർട്ട് പൊസിഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ലോങ് പൊസിഷൻ 30 നിന്ന് 31 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ നിന്ന് നമുക്ക് നോക്കാം. ഏറ്റവും താഴെ കാണുന്നത് US വിക്സ് ആണ്. 9% ഇടിഞ്ഞ് ഇന്ത്യ വിക്സ് പോലെ തന്നെ ഇന്നലെ US വിക്സും 11 എത്തി നിൽക്കുകയാണ്. ഇന്ത്യ വിക്സ് 11 അല്ല, നമ്മുടെ ഇലക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യ വിക്സ് ഇപ്പോഴും സ്റ്റിൽ 14 ആണെങ്കിലും US വിക്സ് 9% ഡിവ് രേഖപ്പെടുത്തി. അതിന് മുകളിലാണ് നാസ്ഡാക്ക് കാണാം 197 പോയിൻറ്റിൻ്റെ ഒരു റാലി. ഡോ കാണാം 369 പോയിൻറ്റിൻ്റെ റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 10% ഇന്നലെ ഇടിഞ്ഞിരുന്നു. ബിറ്റ്കോയിൻ 714 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്. 3 റെഡിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള നിക്കി മുതൽ മുകളിലുള്ളത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റാണ്. അതായത് ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ, അതെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലാണ്. ഓസ്ട്രേലിയ 1% റാലി ഉണ്ട്. അതിന് മുകളിൽ ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പ് നോക്കാം. ഗോൾഡ് $2055 പെർ ഔൺസിലേക്ക് ഇന്നലെ ഒരു ഓവർനൈറ്റ് കൊണ്ട് ഗോൾഡിൻ്റെ വില കൂടി എന്ന് കാണാനായിട്ട് സാധിക്കും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 1.5% റാലി, ICICI ബാങ്ക് 2.5% മുകളിൽ റാലി, HDFC ബാങ്ക് 2% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. US ADR സ്റ്റോക്കുകളിൽ ഇന്ത്യൻ കമ്പനികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇതിൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ കാണാൻ സാധിക്കും. മെറ്റ, ഫേസ്ബുക്ക് 15% റാലി ഉണ്ട്. ഏറ്റവും ടോപ്പിൽ എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ 7% റാലി ആമസോണും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ ക്ലോസിംഗ് വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവെ കാണാൻ പറ്റുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും US മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ മിക്സഡ് ആണെങ്കിൽ കൂടിയും ഓസ്ട്രേലിയ 1% അപ്പാണ്. പൊതുവെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ പക്ഷേ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരിക്കാം. ഈ ഒരു ഗ്ലോബൽ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് അതേപടി നമ്മുടെ മാർക്കറ്റിൽ വരണം എന്ന് നിർബന്ധമില്ല. കാരണം ഇന്നലെ ബഡ്ജറ്റ് കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് വലിയൊരു സ്പൈക്കൊന്നും ഉണ്ടാക്കാതെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റി മണിക്കൂറുകളോളം നിന്നിരുന്നു. അപ്പോൾ ഒരു ബ്രേക്കൗട്ട് ഉണ്ട്. അത് മുകളിലേക്കോ താഴേക്കോ ആണോ എന്നുള്ളത് FISൻ്റെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ FISൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 1879 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 872 കോടി രൂപയ്ക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇന്ന് റിസൾട്ട് ഒരുപാട് നല്ല കമ്പനി ഇൻ ദ സെൻസ് വലിയ കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. നാളെയും. അപ്പം നാളത്തോടു കൂടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള Q3 റിസൾട്ടിൻ്റെ ബഹുഭൂരിപക്ഷം കമ്പനികളുടെ ലാർജ് ക്യാപ്പ് കമ്പനികളുടെ എല്ലാം തന്നെ റിസൾട്ട് കഴിയും. ഇന്ന് വരുന്നത് ടാറ്റ മോട്ടോഴ്സ്, UPL, ഡൽഹി വറി, ബാങ്ക് ഓഫ് ഇന്ത്യ, ദേവയാനി ഇൻ്റർനാഷണൽ, ഇൻഡിഗോ
ഇൻ്റർഗ്ലോബൽ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോയാണ്. ഇത്തരം കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. നാളെ ഫെബ്രുവരി 3 വരുന്നത് SBIൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതും ഷോർട്ട് ചെയ്യുന്നതൊക്കെ നോക്കിയും കണ്ടും വേണം. കാരണം നാളെയാണ് SBIയുടെ റിസൾട്ട് വരുന്നത്. അതിന് ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ചയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ വളരെയധികം ക്രൂഷ്യലായിരിക്കും. അപ്പോൾ SBIയുടെ റിസൾട്ടിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകളെല്ലാം തന്നെ കഴിയും. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഹീറോ മോട്ടോകോർപ്പ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്ത കമ്പനിയാണ് ഹീറോ മോട്ടോകോർപ്പ്. എല്ലാ മാസവും ആദ്യ ആഴ്ചയിലാണ് ഈ വാഹന കമ്പനികളുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനീസിൻ്റെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഹീറോ മോട്ടോകോർപ്പ് ഡിസ്കസ് ചെയ്തിരുന്നില്ല. ഹീറോ മോട്ടോകോർപ്പിൻ്റെ ടോട്ടൽ സെയിൽ 21% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 4 വീലേഴ്സിൽ മാരുതി പോലെയാണ് 2 വീലേഴ്സിൽ ഹീറോ മോട്ടോകോർപ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലീഡിംഗ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു 476 കോടി രൂപ കരസ്ഥമാക്കി. ബാറ്റ ഇന്ത്യ ഫുഡ്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഇടിഞ്ഞു 58 കോടി രൂപയിലേക്ക് ആദായം കുറഞ്ഞു. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് അവർ 253 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 217 കോടി രൂപയായിരുന്നു. ഗോദ്രേജ് അഗ്രോവിറ്റ് നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 83 കോടി രൂപ കരസ്ഥമാക്കി. റൈറ്റ്സ് കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 13% ഇടിഞ്ഞ് 129 കോടി രൂപ ആയി. MGL മഹാനഗർ ഗ്യാസ് കമ്പനി അവർ എൻവിയോർ പ്രൈവറ്റ് ലിമിറ്റഡിൽ 562 കോടി രൂപ മുടക്കി അക്യൂസിഷൻ നടത്തി. അബോട്ട് ഫാർമ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നിട്ടുണ്ട് 311 കോടി രൂപ കരസ്ഥമാക്കി. ഐഷർ മോട്ടേഴ്സ് എൻഫീൽഡിൻ്റെ നിർമ്മാതാക്കളാണ്. അവർ 2% ഇയർ ഓൺ ഇയർ അവരുടെ സെയിൽസ് വർദ്ധിച്ചു. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി 46 കോടി രൂപ ലോസ് ഉണ്ടാക്കി. കഴിഞ്ഞ തവണ 124 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ജുപ്പിറ്റർ വാഗൺ കമ്പനി 46 കോടി രൂപയിൽ നിന്ന് 83 കോടി രൂപയിലേക്ക് ആദായം ഉയർന്നു. ഇപാക് ഡ്യൂറാബിൾ കമ്പനി അവർ എയർ കൂളറിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഓറിയൻറ്റ് ഗ്രീൻ പവർ കമ്പനി തമിഴ്നാട്ടിൽ 2 സോളാർ പ്രൊജക്റ്റുകൾ അവർ ആരംഭിക്കുന്നു. നെയ്ക്ക കമ്പനി ബ്യൂട്ടി കെയർ കമ്പനിയാണ്. അവർ 20 കോടി രൂപ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി മുടക്കുന്നു. NMDC അവരുടെ ജാനുവരിയുടെ പ്രൊഡക്ഷൻ 8% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൊമെൻറ്റിലെ ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ട്രേഡ് ബഡിയിലുണ്ടാവും. ട്രേഡ് ബഡിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം നേരുന്നു. താങ്ക് യു.